ഇന്ന് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ നിർണായകമായ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പകർപ്പ് 24-ന് കിട്ടി. മകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഒക്ടോബറിലാണ് അമ്മു സജീവിൻ്റെ പിതാവ് നൽകിയ പരാതി. ഈ പരാതിയാണ് കേസിൽ നിർണായകമായത്. അപ്പോൾ ഇവിടെ ഈ നഴ്സിംഗ് സ്ഥാപനത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ പിതാവ് നൽകിയ പരാതിയാണ്. എൻ്റെ മകൾ അമ്മു സജീവ് അവിടെ അവസാന വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. കുറേ നാളുകളായി അകാരണമായ ചില കുട്ടികൾ അവളെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ പരാതി പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൾ ആരുടെയും റൂമിലും പോകാറില്ല. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലോറിൽ നിന്നും മാനസിക പീഡനം കാരണം വേറൊരു ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ പരാതിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഈ അമ്മു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി പോലീസ് പരിഗണിച്ചത് ഈ അമ്മുവിൻ്റെ പിതാവ് ഒക്ടോബർ മാസം നൽകിയ കോളേജ് പ്രിൻസിപ്പാളിന് നൽകിയ പരാതിയാണ്. ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായ ഘടകം തന്നെ ഇതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, ഇത് പ്രാഥമിക തെളിവായി പരിഗണിച്ചുകൊണ്ടാണ് ഈ 3 പെൺകുട്ടികളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയും ചെയ്തത്. ഈ പരാതിയിൽ മകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പിതാവ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടികൾ, ഈ 3 പെൺകുട്ടികൾ മകളെ പിന്തുടർന്ന് മാനസികമായി പീഡിപ്പിക്കുകയും മകളെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നിരന്തര ഉപദ്രവം മൂലം മകൾക്ക് മറ്റൊരു കോളേജിലെ വിദ്യാർത്ഥിനിയുമായി താമസിക്കുന്ന റൂമിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായി. ചെയ്യാത്ത കുറ്റങ്ങൾ തങ്ങളുടെ മകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്നും ഈ പരാതിയിൽ പറയുന്നു. ഒപ്പം പിതാവ് 2 പരാതികളാണ് ഈ മകൾ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച്, മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പാളിന് നൽകിയത്. ഈ 2 പരാതികളിലും ഈ 3 പെൺകുട്ടികളുടെ പേര് വിവരങ്ങൾ തന്നെയാണുള്ളത്. ഇവർക്കെതിരെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഉള്ളത്. ഈ അമ്മുവിൻ്റെ മരണത്തിന് പിന്നാലെ ഈ പിതാവിൻ്റെ പരാതി പോലീസ് പരിശോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിയമോപദേശം വരെ തേടി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുമോ എന്നാണ് പോലീസ് പരിശോധിച്ചത്. ഇതിനുശേഷമാണ് ഈ പരാതിയെ പ്രാഥമിക തെളിവായി പരിഗണിച്ചുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ പെൺകുട്ടികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താമെന്നൊരു തീരുമാനത്തിലേക്ക് പത്തനംതിട്ട പോലീസ് എത്തുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്നിവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. എന്തായാലും വളരെ നേരത്തെ ഈ പരാതി ലഭിച്ചിട്ടും തൻ്റെ മകൾക്ക് ജീവന ഭീഷണിയുണ്ടെന്ന് ഒരു പിതാവ് കോളേജ് അധികൃതരെ അറിയിച്ചിട്ടും അതിലൊരു നടപടിയും ഉണ്ടായില്ല. ആദ്യ പരാതി നൽകിയതിന് പിന്നാലെ ഈ 3 പെൺകുട്ടികളെയും വിളിച്ചു വരുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒത്തുതീർക്കാൻ കോളേജ് ആഭ്യന്തരമായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും ഈ പെൺകുട്ടികളുടെ പീഡനം തുടർന്നു. പിന്നാലെയാണ് പിതാവ് 2ാമത്തെ പരാതി അയക്കുന്നത്. ഈ പരാതിയിലും ഒരച്ഛൻ്റെ രോദനം കൃത്യമായി കാണാം. എന്തായാലും ഈ കേസിലെ നിർണായകമാണ് ഈ പരാതി. SK. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമ്മുവിൻ്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ പിതാവ് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലിന് ഇത്തരമൊരു പരാതി കൊടുത്തു. അമ്മുവിൻ്റെ ജീവിതം അവിടെ ദുസ്സഹമാണെന്നും അമ്മുവിന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള പരാതിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അപ്പോൾ ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അന്വേഷണം നടക്കട്ടെ. അമ്മുവിന് നീതി കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല. 24 അമ്മുവിൻ്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും.